DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം ആദ്യമായി തോന്നിയൊരിഷ്ടം. 22 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ. ആ പാട്ട് ഇറങ്ങിയിട്ട് 22 ഇയേഴ്സ് കഴിഞ്ഞു. ചേട്ടന്റെ സൗണ്ട് ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ വർത്താനം പറയുന്നതിനെ കേൾക്കണത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. സിനിമയിലേക്കൊക്കെ വരാം, അല്ലെങ്കിൽ സജീവമാമ, അങ്ങനെയൊക്കെ ഒരു തോട്ടുണ്ട്. എന്നെ പോലൊരു ആളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമായിരിക്കും. നിങ്ങളിപ്പോ ഈ ഇന്റർവ്യൂ നടത്താൻ എനിക്ക് കൂടുതൽ തെറികൾ എന്റെ ഇൻബോക്സിൽ നടക്കാൻ ഓൾറെഡി അതില് നായകനെ വരെ ഇറച്ച് പറഞ്ഞ ആൾക്കാരൊന്ന് റെസ്റ്റ് എടുത്ത് ചേട്ടൻ ഈ പറഞ്ഞതുപോലെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പോലെ. ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചെറിയൊരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരുന്ന ഒരു വേഷം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഞാൻ പുതിയൊരാളാണ്. പക്ഷെ എന്താ അറിയില്ല, ലാസ്റ്റ് മൂമെന്റിൽ അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാനല്ല ചെയ്യുന്നത്, അത് വേറൊരാളാന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് വേറൊരാളെ എൻട്രി ചെയ്ത ശേഷം അങ്ങനെ എന്നെ മാറ്റി. ആ ഒരു തുടച്ചത് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് തന്നെ എന്റെ കലയെ തുടച്ചു കളയുന്ന പോലത്തെ കാര്യം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുഖം എല്ലാവരും കാണുന്നത്. ഒന്നും കൂടി ആ മാറ്റിവെച്ച സംഭവം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സജീവമായിട്ട് വീണ്ടും. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലാണ് ആ സോങ് ഇറങ്ങിയതെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം സ്വീകാര്യത അതിന് കിട്ടുമായിരുന്നില്ല. അത് അതിന്റെ ഒരു സുഖം, അതൊരു ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കാണുമ്പോഴാണ് ആ പ്രണയങ്ങൾക്കൊരു സത്യസന്ധത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞ നായകന് എന്തോ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ആ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം ഞാൻ തന്നെയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ അതിന്റെ നായക സ്ഥാനത്തേക്ക് വന്നത്. ജനലിന്റെ അടുത്തിരുന്ന് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. കണ്ണടച്ചിരുന്ന് പാടി മനസ്സിൽ ഇത്തിരി പ്രണയാർദ്രമായി തന്നെ പ്രണയദ്രമായിട്ട് പാടാൻ അന്ന് ആ സമയത്ത് ഒരുപാട് കാരണങ്ങളും ഉണ്ടാവുമല്ലോ. പാടി കഴിഞ്ഞ ക്രൗഡിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഫസ്റ്റ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ആ ഒരു കൈയടി ഇന്ന് എന്റെ മനസ്സിലുണ്ട്. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം. ഈ പാട്ട് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താ ഭയങ്കര പ്രണയോ നൊസ്റ്റാൾജിയോ ഒക്കെ എല്ലാവരും മനസ്സിലും വരും. പക്ഷെ അതിൽ കണ്ടൊരു മുഖം കുറേ കാലമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ മുഖത്തിലെ വ്യക്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കൊണ്ടുവരാൻ പോവാണ്. ചേട്ടാ നമസ്കാരം. എവിടെയായിരുന്നു? ആ പാട്ടിന് ശേഷം ഇത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് തന്നതിന് ശേഷം പിന്നെ കുറെ കാലം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ എൻ്റെ നാട്ടിൽ ഞാൻ നല്ല ഫെമിലിയർ ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു മീഡിയ ആ ഒരു സംവിധാനത്തിൽ എന്നെ കാണാൻ ചാൻസ് കുറവായിരുന്നു. പിന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ വളർച്ച ആണ് വീണ്ടും എന്നെ ഇപ്പം ഈ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് ഉണ്ടായിട്ടുള്ള പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നാണ് ആ സോങ് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ കുറെ കൂടി മുമ്പ് കണ്ടുമുട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ആ സോങ് ഇറങ്ങിയതെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം സ്വീകാര്യത അതിന് കിട്ടുമായിരുന്നില്ല എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പാട്ട് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ സാധനം ഞാൻ തിരിച്ചു പറയാം. അന്നത്തെ അത്രയും കുറവുള്ള മീഡിയ ഇതൊക്കെ കുറവുണ്ടായിരുന്ന സമയത്ത് ഇറങ്ങിയിട്ടും ഇന്നും ആൾക്കാരത് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവൽ അല്ല. അത് അതിന്റെ ഒരു സുഖം, അതൊരു ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കാണുമ്പോഴാണ് ആ പ്രണയങ്ങൾക്കൊരു സത്യസന്ധത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ പ്രണയത്തിന്റെ സ്റ്റൈലൊക്കെ മാറിയല്ലോ. അന്ന് ഞങ്ങൾ ആ ഒരു സോങ്ങിന്റെ ഒരു പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു നായകനും നായികയും ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രണയം, അതൊക്കെ ആയിരുന്നു അതിന്റെ ഒരു സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ സമീപകാലത്തിലാണ് ഞാൻ അത്ര സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നിട്ടില്ല. ഇപ്പോൾ സമീപകാലത്ത് യൂട്യൂബിൽ നല്ല രീതിയിൽ അത് വ്യൂവേഴ്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറെ പേര് അതിൽ കമന്റ് ഇട്ടിരുന്നു. ഞാൻ അതും വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലതും ചീത്തയായിട്ടുള്ള കുറെ കമന്റ്സ് ആയിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു ഇതില് ലെനയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അതിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം നന്നായിരുന്നു, അതിലെ നായകനായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, നല്ല പാട്ട്, നല്ല ചിത്രീകരണം, നല്ല നായിക, നല്ല ലൊക്കേഷൻ, ഇതൊക്കെ നന്നായി. പക്ഷെ അതില് എനിക്കറിയായിരുന്നു ഞാൻ തന്നെയായിരുന്നു അതിലൊരു ശ്രദ്ധേയമല്ലാത്ത ഒരു ഭാഗം ഞാൻ തന്നെയായിരുന്നു. അത് ഞാൻ അതിൽ എഴുതും ചെയ്തു ഒരു റിപ്ലൈ ആയിട്ട്. അത് ചോദിക്കണം, ഒരു പോസ്റ്റ് അതെന്തായിരുന്നു? അത് അങ്ങനെ ഒരു പോസ്റ്റ് ഒരു അപകർഷതാബോധം എന്നൊക്കെ പറയാം.
അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ അതില് നോർമലി അത് അന്ന് ചിന്തിക്കുമ്പോ ശരിയായിരുന്നു. ഞാൻ അതിന് ആപ്റ്റല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ആ ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. എന്നെക്കാൾ ഉപരി അതിന്റെ A to Z മൻസൂർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ലിറിക്സ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളും പ്രയത്നങ്ങളുമാണ് ആ കാലഘട്ടത്തിൽ. സാമ്പത്തികമായിരുന്നു പ്രധാന പ്രശ്നം. പാട്ട് അങ്ങനെ 1-2 പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അത് ഒരു സിനിമയിലേക്ക് അതിനെ എത്തിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ ഈ ആൽബം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനസ്സിലാവുന്ന എന്താണെന്നൊന്നും അത്ര മനസ്സിലാക്കി എടുക്കാൻ പറ്റാവുന്ന അത്രയും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അതൊരു ബിസിനസ് ആക്കണം, എന്നാലേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. അങ്ങനെ 2 സോങ് അദ്ദേഹം ഇരുന്ന് എഴുതി, അത് 10 സോങ് ആയി. 10 സോങ് ആയി അല്ല, 2 സോങ് ഓൾറെഡി ആ ലിറിക്സ് ചെയ്ത ആൾ എഴുതി. ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ സന്തത സഹചാരി പോലെ എപ്പോഴും ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. നന്നായി എഴുതിയിരുന്നു. അപ്പൊ ഇതിലെ വരികളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനെ ഒരു ബിസിനസ് ആക്കണമെങ്കിൽ അതൊരു 10 സോങ്ങുള്ള ഒരു കാസറ്റ് ആക്കണം. അപ്പൊ അതിന് പൈസ വേണം. അപ്പൊ അത് 10 സോങ് എഴുതി. അടുത്ത കടമ്പ അത് 10 സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കണം. ഞങ്ങളൊന്നും താഴെ ലെവലിൽ ചിന്തിച്ചിരുന്നില്ല. ഞങ്ങളുടെ ആരാധന കഥാപാത്രങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അന്ന് ആണ് അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു പ്രൊഡ്യൂസർ, ഇപ്പൊ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള യാസിൻ അലൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു സാഹസത്തിന് തയ്യാറെടുത്തു. ഞങ്ങളുടെ വളർന്നു വരുന്ന കുറച്ച് കലാകാരന്മാരെ എങ്ങനെയും സഹായിക്കാനുള്ള ആളാലാവുന്ന ഒരു സഹായം തരാൻ അങ്ങനെ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട്. ആ കഥ അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ 3 എപ്പിസോഡ് വേണം. ഇത് ഇവിടെ അങ്ങനെ ശങ്കർ മഹാദേവനെ പോലുള്ള ഒരു സിംഗർ അന്ന് ശങ്കർ മഹാദേവന്റെ ആദ്യത്തെ പാട്ടാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ടാണ് ചിങ്ങമാസം എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടുള്ളത്. അപ്പൊ അത് അറ്റംപ്റ്റ് ചെയ്യണതിന്റെ ഒരു ടെൻഷൻ അങ്ങേർക്ക് ഉണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത 2-3 ചെറുപ്പക്കാർ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സാമ്പത്തികത്തിന്റെ പ്രശ്നം അതൊക്കെ ആയിട്ടും അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി. അദ്ദേഹം പിന്നെ അതിന്റെ ടെക്നിക്കലി അതെങ്ങനെ പാടിച്ചെടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം അതിന്റെ മ്യൂസിക് ഡയറക്ടർ തേജ് മെർവിൻ അദ്ദേഹമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് അതൊരു 10 ടോപ്പ് സിംഗേഴ്സ് ഇൻ ഇന്ത്യ, അതാണ് ആ കാസറ്റില് ഉണ്ടായിരുന്നിട്ടുള്ളത്. ശങ്കർ മഹാദേവൻ, SP ബാലസുബ്രഹ്മണ്യം, ഉദിത് നാരായണൻ, ഹരിഹരൻ, സുജാത, അങ്ങനെ എല്ലാ 10 സോങ്ങും ഇന്ന് നമ്മൾ കാണുന്ന ലിവിങ് ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ പാടിയിട്ടുള്ളത്. അതിൽ SP മാത്രം അദ്ദേഹമാണ് മരിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നമായി. ഇനി അതിനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വിഷ്വലാക്കണം. വിഷ്വലാക്കുമ്പോഴും ഈ പാട്ടിനെ ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുത്തിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം ഷൂട്ട് ചെയ്തത് അതിൽ എന്മനം അറിഞ്ഞില്ല എന്നുള്ള ഒരു പാട്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വിഷ്വൽ ചെയ്തു. നെക്സ്റ്റ് അപ്പോൾ ഇതിന്റെ ബിസിനസ്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ചിന്തിച്ചപ്പോൾ ഒരു പാട്ടും കൂടി വേണം. അന്ന് ചാനലുകളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ചാനലുകൾ വരുന്ന പോലെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രധാനപ്പെട്ട മലയാളം ചാനലുകൾ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ. അതിന്റെ എന്റർടൈൻമെന്റ് ചാനലുകൾ, അതായത് കൈരളിയുടെ അതുപോലെ ഏഷ്യാനെറ്റ് പ്ലസ്, അതിൽ വരുന്ന കുറെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ആ ഒരു കാലഘട്ടത്തിലേക്ക് ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്കും പ്രോഗ്രാംസ് വേണം. അപ്പോഴാണ് നമ്മൾ ഈ ആൽബം എന്നിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിന്റെ വിഷ്വലും, നമ്മുടെ ചിന്ത എപ്പോഴും വലുതാണല്ലോ. ഞങ്ങൾ മനീഷ കൊയ്രാള തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കരുതിയ നായിക. ഇപ്പൊ ഈ ഗായകരെ കൊണ്ട് സാധിച്ചെടുത്ത അത്ര ഈസി ആയിട്ട് മനീഷ കൊയ്രാളയുടെ അപ്പൊ പഞ്ചായത്തിലേക്ക് പോലും കടക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് മലയാളത്തിലെ ഏകദേശം നല്ല രീതിയിൽ വരവ് അറിയിച്ച് നിൽക്കുകയായിരുന്നു ലെന എന്ന് പറയുന്ന ആക്ട്രസ്. അവര് 2-3 സിനിമ നല്ല സ്നേഹം, ദേവദൂതൻ അങ്ങനത്തെ ഒക്കെ പടങ്ങളിലൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പൊ അവരായിരുന്നു ആർട്ടിസ്റ്റ്. 2 days അവരുടെ ഒരു ഇത് എങ്ങനെയോ ഞങ്ങളുടെ ക്രൂവിലുള്ള ആരുടെയൊക്കെ പരിചയങ്ങൾ മുഖാന്തരം അത് കിട്ടി. അപ്പോഴും നായകൻ ഞാനല്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു കഥ പ്ലാൻ ചെയ്തു. ഞാനും കൂടി ചുരുക്കി പറയാം, ഭയങ്കര ലെങ്ത് ആവും. കഥ പ്ലാൻ ചെയ്തു. നെല്ലിയാമ്പതിയിലെത്തിയപ്പോൾ ഒരു സിമിട്രിയിൽ വെച്ചുള്ള കഥയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ അവിടെ എത്തിയിട്ടില്ല. ലെനയും മറ്റ് ഡയറക്ടർ, അങ്ങനെ മുതിർന്ന സൈഡിലുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു
സിമിട്രിയിൽ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് രാത്രി നല്ല മഴയായിരുന്നു. നല്ല മഴയിൽ രാവിലെ തലേ ദിവസം കണ്ടുവച്ചിരുന്ന സിമിട്രി പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ കുരിശു മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊക്കെ മുങ്ങിപ്പോയി, നല്ല വെള്ളം കയറിപ്പോയി. അപ്പോൾ കഥ മൊത്തം മാറി. ഏകദേശം രാവിലെ ലിറിക്സിന് മാച്ച് ചെയ്യണ കഥ വേണ്ടേ? അങ്ങനെയൊക്കെ ആയിരുന്നു ലിറിക്സിന് മാച്ച് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടർ പറഞ്ഞത്, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി തിരിച്ചിറങ്ങുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഒരു ഹൈ റേഞ്ചിലാണ്, ഈ ഫുൾ യൂണിറ്റ് അവിടെ എത്തി നിൽക്കുകയാണ്, തിരിച്ചിറങ്ങുന്നത് ചിന്തിക്കണ്ട. പിന്നെ നമ്മുടെ അന്നത്തെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, നമ്മൾ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ അതിന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഒരു കഥ പറഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു ഒരു ബൈക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്ന് അപ്പോൾ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൻസൂർ അഹമ്മദ് അങ്ങേരൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരാളാണ്. ആള് പറഞ്ഞു ഈ നായികയുടെയും സിംഗറുടെ കഥ കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയ ബൈക്ക് വേണം, അല്ലാതെ ബൈക്കിലൊന്നും എൻ്റെ നായകൻ വരാൻ പറ്റില്ല. അപ്പോൾ അന്ന് മുന്തിയ ബൈക്ക് സ്പ്ലെൻഡറൊക്കെയാണ് ഹീറോ ഹോണ്ടയുടെ. അതവിടെ ഇങ്ങനെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു എസ്റ്റേറ്റ് പ്രദേശമാണല്ലോ, അത്ര അത് അടക്കം കിട്ടാനില്ല അവിടെ. എന്നിട്ട് ഇങ്ങനെ കുറെ അന്വേഷിച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നെല്ലിയാമ്പതി ടു ഗുരുവായൂർ ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു ഇവിടുന്ന് ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം അതൊരു അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അറിയാം, ഒരു 6 സിലിണ്ടർ യമഹ ബൈക്കാണ്. അത് അവൻ തരില്ല, ഇതൊന്നും ഓടിക്കാൻ. അങ്ങനെ അവൻ്റെ കൈയും കാലും പിടിച്ച് ആ ബൈക്ക് എടുത്ത് അവിടെ എത്തിച്ച് അപ്പോഴേക്കും ലെനയുടെ കുറെ ഓപ്പോസിറ്റ് റിയാക്ഷനുകളൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. അന്ന് അപ്പൊ കരുതിയിരുന്ന നായകൻ എന്തോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു, അതാണല്ലോ ഞാൻ പറഞ്ഞത്. കാണാനൊക്കെ നല്ല രസമുള്ള നല്ലൊരാളായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഞാൻ ആ ഒരു ചാൻസിലേക്ക്, കാരണം അതിന്റെ എനിക്ക് കിട്ടിയ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മള് സോങ് എപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പോലെ കാറിൽ ഇത് ഇങ്ങനെ ഇട്ട് കേട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് പാട്ട് ഏത് രാത്രി വിളിച്ചു വെച്ചാലും പാടാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. അതെ, അപ്പോഴാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ അതിന്റെ നായകസ്ഥാനത്തേക്ക് വന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്പൊ പറഞ്ഞ നായകന് എന്തോ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ആ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം ഞാൻ തന്നെയായിരുന്നു. അല്ല, എന്നിട്ട് അപ്പോഴും നന്നായില്ലെങ്കിൽ വിഷമം ഉണ്ടായിരുന്നില്ല, നന്നാവും ചെയ്തല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ജനലിന്റെ അടുത്ത് ഇരുന്നിട്ടുള്ള കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. അത് എടുത്തപ്പോൾ ഞാൻ കണ്ണടച്ചിരുന്ന് അങ്ങ് പാടി ആ ഒരു ഇതില്. അപ്പോൾ മനസ്സിൽ ഇത്തിരി പ്രണയദ്രമായിട്ട് പാടാൻ അന്ന് ആ സമയത്ത് ഒരുപാട് കാരണങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക്, നമ്മുടെ ഏജ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്നങ്ങ് പാടി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആ ക്രൗഡിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഫസ്റ്റ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ആ ഒരു കയ്യടി ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പാടി, ആ പാട്ട് നന്നായി വിഷ്വൽ ചെയ്തു. ലെന അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നു. എനിക്ക് അറിയില്ലായിരുന്നു എന്താ ക്യാമറ എവിടെയാ പൊസിഷൻ. എങ്ങനെയായിരുന്നു ഇപ്പോ ലെന എന്ന് പറയുന്നത് ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന ഹീറോയിൻ ആണ്. അന്നേരം ലെനയുടെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ അധികം എടുത്തു കഴിഞ്ഞിരുന്നു ലെനയുടെ ഫസ്റ്റ് ഡേ. നമ്മള് ഉള്ള ഓപ്പോസിറ്റ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള സീൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു തരും, ഇങ്ങനെ പൊസിഷനും കാര്യങ്ങളൊക്കെ അവര് എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. പിന്നെ ഒരു ഇത്തിരി ഭയം മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോട്ടായിരുന്നു ലെനയെ ഞാൻ നോക്കിയിരുന്നത്. ആ ഒരു വലിയൊരു ആക്ട്രസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ മുഖമായിട്ടല്ല ഞാൻ നോക്കിയിരുന്നത്. ആ സമയത്ത് നമുക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും ഒരു കഥാപാത്രത്തെ നോക്കുന്ന പോലെ നിന്നിട്ടാണ്. പ്രണയാർദ്രമായി പാടാൻ എന്റെ ഉള്ളിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞ ആ മുഖങ്ങൾ. കുറെ മുഖങ്ങൾ, അതിലൊന്ന് 2 മുഖങ്ങളായിരുന്നു ഇങ്ങനെ ആലോചിച്ച് പാടും. അങ്ങനെയാണ്. ആക്ടിങ് ഒന്നും ട്രൈ ചെയ്തില്ല, പിന്നെ എങ്ങും കണ്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ അന്ന് സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു ലെനേന്റെ ആണെങ്കിലും. ഇപ്പോ എന്താ പറയാ, ലെന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും ഉള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ ചേട്ടനൊന്നും ട്രൈ ചെയ്തില്ല ആക്ടിങ് ഒന്നും? ആ ആൽബം എടുത്തതിന് ശേഷം അത് നന്നായി പോയി. അന്ന് നല്ല ഹിറ്റായി. ഇതുപോലെ അന്നേ തുടക്കത്തിലെ ഹിറ്റായി. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് വോളിയം. പിന്നെ നമ്മൾ ഇതിൽ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയി, ഈ ടീം തന്നെ, സെയിം ടീം. അപ്പോൾ ആ കോൺഫിഡൻസിന് മേലെ വീണ്ടും 10 ടോപ്പ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറക്കി. ഇതേപോലെ തന്നെ നല്ല, അത് കുറച്ചും കൂടി മലയാളി
ഗായകരാണ് അതിൽ പാടിയിട്ടുള്ളത്. അതിന്റെ സെക്കൻഡ് വോളിയം ആ ഒരു പ്രണയത്തിന്റെ കണ്ടിന്യൂറ്റി പോലെ ഇറങ്ങിയതാണ് ഇനി ഇന്ന് കാണും സഖി എന്നുള്ള ആ പാട്ട്. അത് അതിന്റെ ഞാനും ലെന തന്നെ. അത് ഇതിന്റെ ഒരു സെക്കൻഡ് വോളിയം പോലെ ഇറങ്ങിയിട്ടുള്ളത് കുറച്ചും കൂടി കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇല്ലേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ കൂടി കണ്ട് പരിചയമായല്ലോ. പിന്നെ എനിക്കും കുറച്ച് ധൈര്യങ്ങൾ വന്നു. ഞാനിത് വരാത്ത കുറെ ആൽബങ്ങൾ ഏകദേശം 10-12 ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ എന്നുള്ളൊരു സോങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തോ കംപ്ലീറ്റ് ആയില്ല. പിന്നെ അങ്ങനെ കറുമ്പിക്കുയിലും കാമുകനും കിളിമരം ദൂരെ ദൂരെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു ആ സമയം. അതും ഇല്ല, യൂട്യൂബിൽ ഇല്ല അതും. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എൻ്റെ മനസ്സ് കടന്നു. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു മീഡിയയുടെ ഇടയിലത്തേക്ക് എത്താൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് അന്ന് ഇതല്ല, ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു സീരിയലിന്റെ ആളെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് തന്നിരുന്നു. അന്ന് എനിക്ക് എന്റെ ഒരു അന്ന് വന്നിരുന്നു മലയാളം മാഗസീനുകളിലൊക്കെ 2-3 ഇതിനെ കുറിച്ചിട്ട് റൈറ്റപ്പ് വന്നിരുന്നു. അപ്പോ അത് കൊണ്ടുപോയി കാണിച്ചു. 1-2 ഡയറക്ടേഴ്സ് എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അത്ര ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളൊന്നും അല്ല. പിന്നെ സിനിമയില് പിന്നെ ഒരു ഇത്തിരി നല്ലൊരു വേഷം, ഞാൻ രക്ഷപ്പെടും എന്ന് തോന്നുന്ന പോലത്തെ ഒരു വേഷം എനിക്കൊരു സിനിമയിൽ കിട്ടി. നല്ലൊരു വേഷമായിരുന്നു. ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരുന്ന ഒരു വേഷമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടു. അതൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു. അപ്പൊ ട്രെയിനൊക്കെ റെന്റ് എടുത്തിട്ട് വളരെ റിസ്കി ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി വരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ അവിടെ ലാസ്റ്റ് മൂമെന്റിൽ ഞാൻ ഓൾറെഡി അന്ന് അതിന്റെ ഹീറോയിനായിട്ടുള്ള ആളുടെ കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഞാൻ പുതിയൊരാളാണല്ലോ. അപ്പൊ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരീക്ഷിക്കാനുള്ള ഒരു സമയം ഉള്ള ഇതല്ല. എന്നാലും ഞാനത് നന്നായി ചെയ്തു. എല്ലാവരും നല്ല വിശ്വാസമായി. പക്ഷെ എന്താ അറിയില്ല, ലാസ്റ്റ് മൂമെന്റില് ഞാൻ ആ ഷൂട്ട് തുടങ്ങുന്നതിന്റെ മേക്കപ്പ് വരെ ഇട്ടു എൻ്റെ മുഖത്ത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൂമെന്റില് പെട്ടെന്ന് അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒന്നും ഞാനല്ല ചെയ്യുന്നത്, അത് വേറൊരാളാന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് വേറൊരാളെ എൻട്രി ചെയ്ത് ശേഷം അങ്ങനെ എന്നെ മാറ്റി. ഇതിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല, പുതിയൊരാളെ വെച്ചിട്ട് അത് നമുക്ക് ആ ഒരു തുടച്ചത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എൻ്റെ കലയെ തുടച്ചു കളയുന്ന പോലത്തെ ഇതായിരുന്നു. പിന്നെ അത് കുറച്ചുകൂടി വാശിയായിട്ട് എടുത്തിട്ട് കൂടുതൽ ട്രൈ ചെയ്യല്ലായിരുന്നു വേണ്ടിയത്. അല്ല, പിന്നെ അതല്ലായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി ഒരു നമ്മുടെ നാട്ടിൽ ഇത്തിരി ഒരു പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് അധികം വൈകാതെ ഞാൻ ആ വാർഡ്, ഞങ്ങളുടെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പൊളിറ്റിക്സ് ആയി, പിന്നെ പുതിയൊരു മുഖമായി, അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായി, ഗദറുമായി. പിന്നെ മെല്ലെ മെല്ലെ ശരീരത്തിൽ നിന്ന് കല കുറച്ചായിട്ട് നഷ്ടപ്പെട്ടു പോയി. ഇനി സിനിമയിലേക്കൊന്നും ട്രൈ ചെയ്യലും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും സിനിമയിലേക്കില്ല. 22 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ, ആ പാട്ട് ഇറങ്ങിയിട്ട് 22 ഇയേഴ്സ് കഴിഞ്ഞു. 22 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ സൗണ്ട് പോലും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ വർത്താനം പറയുന്നതിനെ കേൾക്കണത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഒരു 22 ഇയേഴ്സിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ഇനി സിനിമയിലേക്കൊക്കെ വരാം, അല്ലെങ്കിൽ സജീവമാവാം, അങ്ങനെയൊക്കെ ഒരു തോട്ടുണ്ടോ? ആലോചന, ആഗ്രഹം? പണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ആ ഒരു ആഗ്രഹമൊക്കെ തിരിച്ചോണ്ട് വരാം. എന്നെ പോലൊരു ആളെ മലയാള സിനിമയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവര് വിളിക്കുമായിരിക്കും. അതല്ല, ഇന്നത്തെ സാഹചര്യത്തില് ഏത് റോള് നമ്മൾ ചെയ്യുന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത്രയധികം കലാകാരന്മാരാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആ ഒരു സമയത്ത് നമുക്ക് ഒരു പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്നത്തെ ഒരു ജനറേഷനിലാണ് ഈ സോങ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ തെറിയേട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു നായകനെ ഇപ്പൊ നമ്മളായാലും ഇടും, നമുക്ക് ഇഷ്ടമല്ലാത്ത എത്രയോ സിനിമ നടന്മാരെ. അപ്പോ ഈ അന്നത്തെ ആ ഒരു സുഖം തന്നെയാണ് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു നൊസ്റ്റാളജിക് ഫീൽ തന്നെയാണ് ഈ പാട്ടിന്റെ ഇപ്പോഴത്തെ സുഖം. അന്ന് ഒരു പക്ഷെ വളരെ ഹിറ്റായി വന്ന സോങ്, അന്ന് ഇതിന്റെ റേറ്റിംഗിൽ നമ്മളിങ്ങനെ ചാനലുകളിലൊക്കെ ഒരു സമയത്ത് തീർത്തും ഔട്ടായി പോയി കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ചില മലയാളം സൂപ്പർ ഹിറ്റ് സോങ്സ് വല്ലാണ്ട് കയറി വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ സോങ് കഴിഞ്ഞു. പക്ഷെ പിന്നെയും ഇതൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ അതിനൊക്കെ തഴിഞ്ഞ് മേലേക്ക് കയറി വന്നു. അത് ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഭയങ്കര റഷാണ് നമ്മുടെ സോഷ്യൽ മീഡിയ.
അതാ അപ്പൊ ഇപ്പൊ ഒരുപാട് ഈസി ആയിട്ട് കുറച്ചുകൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പോ ഇനി ഈ മുഖം അന്ന് നമ്മൾ കണ്ട 22 വർഷത്തിന് മുന്നേ കണ്ട ആ ഒരു മുഖം ഇനിയും സിനിമയിൽ സജീവമാകുമോ എന്നുള്ളത്. അതെ, നിങ്ങളുടെ ചാനല് ഈ ഒരു ഇത് തന്നെ വളരെ എന്താ പറയാ, ഇന്ന് മലയാളത്തിൽ തന്നെ ഒരു ലീഡിങ് ഇന്റർവ്യൂസ് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകും. അതാ അന്ന് റീപ്ലേസ് ചെയ്തു എന്ന് പറയുമ്പോ പിന്നെ അത് ട്രൈ ചെയ്യാണ്ടിരുന്നത് എന്ത്? അന്ന് ആ ഒരു വിഷമം കൊണ്ട് അന്ന് അങ്ങനെ അങ്ങനെ ഒരു എന്നെ മാറ്റി വേറൊരാളെ പ്ലേസ് ചെയ്തു, ആ ഒരു വിഷമം അങ്ങനെ തോന്നിയത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞല്ലോ അപ്പൊ തന്നെ എനിക്ക് ഒന്നിൽ മാത്രം നിൽക്കുന്ന ഒരു മനസ്സല്ല എന്റെ. ഞാൻ ഉടനടി എന്റെ അടുത്ത പ്ലാനിലേക്ക് പോയി. പ്ലാൻ ബി. അവിടെയും തോറ്റൊന്നുമില്ല, അവിടെയും തൊട്ടു വെച്ച് ഏകദേശം സക്സസ് തന്നെ. അത് കഴിഞ്ഞു. അതിന്റെ കാലഘട്ടം 5 വർഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് നമ്മുടെ ഏജും ഇതായി, കല്യാണത്തിന്റെ ഇത് കഴിഞ്ഞു. പിന്നെ കുടുംബത്തെ കൊണ്ടു നടക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടായി. ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതിന്റെ എവിടെയോ കലയെ ഞാൻ തൽക്കാലം അവിടെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ ആരും അത്ര ഒരു എന്റെ ആവശ്യമായിട്ട് ആരും വിളിച്ചിട്ടില്ല എന്നെ. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോയേനെ. ലനേന്റെ മൂവീസും എല്ലാം കാണുമ്പോ എല്ലാരും പറയില്ല അന്ന് നിന്റെ കൂടെ അഭിനയിച്ച നായിക ഇപ്പോ ഭയങ്കര ട്രൈ ചെയ്തുകൂടെ എന്ന കാര്യങ്ങളും ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും. ലെന മാത്രമല്ല, അന്ന് ഉണ്ടായിരുന്ന അതിന്റെ ഡയറക്ടർ ശ്രീ VS സുധേഷ്, അതുപോലെ തന്നെ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇന്ന് അദ്ദേഹം 3 മൂവി ചെയ്തു. പിന്നെ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ശ്രീ അനിൽ, അദ്ദേഹം ഒരു മൂവി ചെയ്തു. മറ്റേ അതിന്റെ ക്യാമറാമാൻ ഇന്ന് മലയാളത്തിലെ തന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ക്യാമറാമാനാണ്. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോയി, ഞാൻ മാത്രം ഇവിടെ നിൽക്കുക. അപ്പൊ നമുക്കത് ശരിയാവുമെന്ന് വിചാരിക്കണം. ആ പാട്ട് ഇറങ്ങിയ സമയത്ത് കാറിലിട്ട് ഇങ്ങനെ കേട്ട് 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 അത് ഭയങ്കര ബൈഹാർട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും അത് റിംഗ് ടോൺ എങ്ങനെയാണോ? അല്ല, പക്ഷെ പല ആൾക്കാരുടെ റിംഗ് ടോണിലും ആ പാട്ടുണ്ട് ഭയങ്കരമായിട്ട്. റീൽസ് ഒക്കെ ഒരുപാടുണ്ട്, അൺപ്ലഗ്ഡ് ഒരുപാട് ആ പാട്ടുണ്ട്. ശരിക്കും ഞാനത് പറയാൻ കാര്യം, അത്രയും ബൈഹാർട്ടായ ആ പാട്ടിന്റെ ഒരു 4 വരി ഞാൻ ആദ്യം പാടിക്കോളാക്കി. എന്നാലും ചേട്ടൻ നന്നായി പാടി. ഞാനത് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന്റെ ഒരു ഫീമെയിൽ വെർഷനിൽ നന്നായിട്ട് പാടിയത് കറക്റ്റ് ആയിരുന്നു. എന്നെ ആരെങ്കിലും ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്ക് ഭയങ്കര നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. പക്ഷെ എന്നാലും ചേട്ടൻ ആ പാട്ട് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളിപ്പോ ഈ ഇന്റർവ്യൂ നടത്താൻ എനിക്ക് കൂടുതൽ തെറികൾ എന്റെ ഇൻബോക്സിൽ ഒന്നുമില്ല ചേട്ടാ. എന്തായാലും എനിക്ക് വരുന്നതിന്റെ 1/4 ഭാഗം കൂടി ചേട്ടൻ വരില്ല. ആ ധൈര്യത്തിൽ ചേട്ടൻ അതല്ല, ഓൾറെഡി അതില് നായകനെ വരെ ഇറച്ച് പറഞ്ഞ ആൾക്കാരൊന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പൊ അടുത്തിടെയാണൊന്ന് നല്ല അത് ഈ കമന്റുകളാണോ ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു? ഇല്ല, കമന്റ് ഒക്കെ ഞാൻ ഇപ്പൊ സമീപകാലത്ത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും. എന്താ നായകൻ കൊള്ളില്ലെന്നോ? അല്ല, എന്റെ സുഹൃത്തുക്കൾ തന്നെ നല്ല ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കായിരുന്നില്ല, ബാക്കിയൊക്കെ നന്നായിരുന്നു, നീ എന്തിനാ ഈ സാഹസം ചെയ്തിരുന്നു. കുറെ പേര് എന്റെ സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെയുള്ള സാഹചര്യം എല്ലാം നന്നായി, നീ മാത്രം നശിപ്പിച്ചു കളഞ്ഞു. അതിപ്പോ എല്ലാ ഫ്രണ്ട്സും അങ്ങനെ പറയുള്ളൂ. അതൊരു മോട്ടിവേഷൻ ആയിട്ട് ചേട്ടൻ കാണണം. അതെ അതെ അതെ, ശരിയായി. ഇപ്പൊ തോന്നുന്നുണ്ട്, ഇപ്പൊ അവന്മാരൊക്കെ വിളിച്ചിട്ട് എന്നെ അവരുടെ വൈഫിനും അവരുടെ ഫാമിലിക്കും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുമ്പോ ഇവനറിയില്ലേ മറ്റേ ആൽബത്തിലന്ന്, അപ്പൊ അവര് അയാളാണോ ഇയാളാണോ എന്നൊക്കെ ഇപ്പൊ പറയും. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒന്നും എന്നെ കണ്ടാ അറിയില്ല. അന്ന് എന്റെ ഏജില് മിക്കവാറും 1-ാമൻ സിനിമയില് ഇപ്പൊ പ്രണവ് മോഹൻലാല് എങ്ങനെയായിരുന്നു, ഇന്ന് പ്രണവ് മോഹൻലാലിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ ഇത്രയും വ്യത്യാസം എന്റെ അപ്പിയറൻസിൽ ഉണ്ടായി കാണുമല്ലോ. അല്ല, നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ പോയല്ലോ. ആ ചോദ്യം കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഞാൻ വക്കീല, തിരിച്ച് അത് ബുദ്ധിപരമായി കൊണ്ടുവരും. എനിക്ക് പാടാൻ അറിയില്ല ആക്ച്വലി. എന്നാലും ആ പാട്ട് പാടി അഭിനയിച്ചൊരാളല്ലേ, ഒരു 4 വരിയെങ്കിലും. 6 വരി 4 വരി നിർത്താൻ പറ്റും. പൂവോ നിൻചിരി പൂപ്പന്തലോ തേനോ നിൻമൊഴി തേൻ പുഴയോ ചെമ്പരത്തിപ്പൂവിൻ ചന്തമല്ലേ ചെമ്പകപ്പൂവിൻ സുഗന്ധമല്ലേ ചെണ്ടുമല്ലിപ്പൂവിൻ നിറമല്ലേ ചെന്താമരപൂ പോൽ ചുണ്ടല്ലേ അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാനൊന്നു വർണ്ണിക്കും അറിയില്ല
എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം ആദ്യമായി തോന്നിയൊരിഷ്ടം. പോരെ. താങ്ക് യു. ഈ പാട്ട് ഭാര്യയ്ക്ക് പാടി കൊടുത്തിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ്. പിന്നെ പിന്നെ പാടേണ്ടി വന്നു. പിന്നെ ആവശ്യം അതെപ്പോഴും നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ അപ്പോഴേ ആവശ്യം വരുള്ളൂ. പിന്നെ പാട്ടുകൾ വേറെ ഉണ്ടല്ലോ അതിന് ശേഷം പാടാനുള്ളത്. മറ്റേ യോധയിലത്തെ പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ആ നൊസ്റ്റോളജിക്ക് ഓർമ്മകളൊക്കെ കല്യാണത്തിന് മുമ്പായിരിക്കും. അതിന് ശേഷമുള്ള നൊസ്റ്റോളജി ഒന്നും പൊതുവെ കാണാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് മനസ്സിലാക്കുക. ഈ സിനിമ അല്ല ഈ ആൽബത്തിലെ നായകനാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും ആദ്യം ശേഷി എന്നാ പറഞ്ഞേ? ഞാൻ അവരുടെ കോളേജിൽ ഒരു പരിപാടിക്ക് പോയതാ. നമ്മുടെ അടുത്തുള്ള കോളേജ് ആയതുകൊണ്ട് എന്നെ വിളിച്ചു. അവിടെ കുറെ പേർക്ക് അറിയാലോ. പൊളിറ്റീഷ്യൻ ആയിട്ടാണോ പോയത്? അല്ല, നടനായിട്ട് പോയതാ. അങ്ങനെ കണ്ടു. പിന്നെ ബാക്കിയൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലാതിരിക്കുന്നു. ഇന്ന് ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ഇന്റർവ്യൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അല്ല നമ്മുടെ പഴയ ആൽബത്തിന്റെ ഇപ്പൊ അടുത്തിടെ അത് വീണ്ടും കുത്തിപ്പൊക്കി എങ്ങനെയൊക്കെയോ കുറച്ച് എന്തോ ഒരു റൈറ്റപ്പ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇപ്പൊ പുതിയ കുറെ ചാനൽ. അപ്പോൾ ഏതെങ്കിലും പിള്ളേര് എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാവെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ബിഹൈൻഡ് ബൂട്ട്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അവരോ എന്ന് ചോദിച്ചു. അതെ അവര് വേറെ ലെവല് ടീം നിങ്ങളെ വിളിച്ചോന്ന് ചോദിച്ചു. അത് എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ പോയിട്ട് പോവാന്നുള്ളത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബാക്കി ഇത് ഇറങ്ങിയതിന് ശേഷം നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയാം. അതിലെ നായകനെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിക്ക് കല്യാണത്തിന്റെ സമയത്തൊക്കെ? അപ്പൊ എന്നോട് കാണിച്ചില്ല, പക്ഷെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കാണിച്ചു കാണും. പിന്നീട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വന്നാലും പൊളിറ്റിക്സ് നടക്കട്ടെ, സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കട്ടെ, അതുപോലെ തന്നെ സജീവമായിട്ട് തിരിച്ച് ആ ഒരു ആൽബം നൊസ്റ്റാൾജിയ നമുക്ക് തിരിച്ച് ചേട്ടൻ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഈ ഇന്റർവ്യൂ അതിനൊരു നിമിത്തമാവട്ടെ. ഉറപ്പായിട്ടും 22 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഈ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തിച്ചതിന് ഞാൻ അതൊരു നിമിത്തമായിട്ടാണ് കരുതുന്നത്. എന്തായാലും ആ ഒരു ആൽബം പോലെ സൂക്ഷിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും എൻ്റെ ഫയലിൽ ഈ ഒരു ഇന്റർവ്യൂ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടെ ഇരിക്കുന്ന എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ആ ആൽബത്തിൽ നടന്നു വെച്ചാൽ നമ്മളൊക്കെ ഇവരൊക്കെ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോ കാണാൻ പറ്റിയതിലും ഇത്രയും വിശേഷങ്ങൾ അറിയാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം. തിരിച്ച് ഉറപ്പായിട്ടും സജീവമായിട്ട് വരണം. തീർച്ചയായിട്ടും. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic.